അല്ല നീ ഇതെങ്ങോട്ടാ? എടാ എങ്ങോട്ടാണെന്ന് എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. എടാ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തൊലക്കേ. കുറച്ചുകൂടെ പതുക്കായിരുന്നെങ്കിൽ ആ മരം നമ്മുടെ തലയിൽ വീണേനെ. വേഗത്തിൽ പോയിരുന്നെങ്കിൽ നമ്മുടെ പുറകിലും വീണേനെ. ലോജിക്കില്ലാത്ത കോമഡി അടിച്ചാലേ വണ്ടിന്ന് ചവിട്ടി പുറത്താക്കും ഞാൻ. ഇന്നും കണ്ടില്ലെങ്കിൽ കാണുവാനില്ലാന്ന് പേപ്പറിൽ പരസ്യം കൊടുക്കാൻ ഇരുന്നതാ. ഞാൻ എന്ത് ചെയ്യാനാ? അവിടെ ഫോണിന് റേഞ്ച് കിട്ടണ്ടേ? ഒരു കത്തെങ്കിലും എഴുതി കൂടായിരുന്നോ? പേനെല്ലാം തമാശയില്ലേ? പിന്നെ കത്തെഴുതാൻ പറ്റും. എന്താ പുറകുറുക്കുന്നത്? ഞാനൊന്നും പറഞ്ഞില്ലേ. എവിടേക്ക് പോകുന്നൊന്നും പറയില്ല, എപ്പ വരുമൊന്നും പറയില്ല. ശരി, അകത്തോട്ട് വാ. അതാരാ? എടാ ഇവനോ? നീ എന്തിനാ ഇവിടെ വന്നേ? എന്താ നിന്റെ കൂടെ വന്ന അത് എന്നെ അന്വേഷിച്ച് വന്ന ഒരാളാ. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? നീ വന്ന് വിളിച്ചാൽ ഞാൻ വരുമെന്ന് വിചാരിച്ചോ? അവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ആകെ അറിയാവുന്ന 3 കാര്യങ്ങളാ. 1 ടാക്സി ഓടിക്കാൻ, 2 മെക്കിട്ട് കയറുന്നവന്റെ മൂക്കിടിച്ച് പരത്താൻ, 3ാമത്തെ എന്താണെന്നറിയോ? അവൻ എന്നെക്കാളും എടുക്കാനാണെങ്കിൽ ആവശ്യത്തിന് അവന്റെ നിന്ന് വാങ്ങാൻ. എന്ത് കണ്ടിട്ട് നിങ്ങൾ എന്റെ പിന്നാലെ വരുന്നേ? ആ ഫലങ്ങളിൽ നിന്നുള്ള വിത്തെടുത്ത് വിതച്ചാൽ അതിൽ നിന്നൊരു ചെടി മുളയ്ക്കും. അങ്ങ് ആ വിത്ത് മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ അതിനകത്തുള്ള വൃക്ഷം കാണുന്നുണ്ട്. ആഹാ, നിങ്ങൾ ഇതുവരെ ചത്തില്ല മനുഷ്യ. എന്നെ തടിച്ചാക്കിട്ട് പോന്നല്ലോടാ. അതെനിക്ക് പേടിയായതുകൊണ്ടല്ലേ. എനിക്കെന്താ പേടിയില്ലേ? നിന്റെ കൂടെ വന്ന ആ പെണ്ണ് കാരണം എനിക്ക് മാനഹാനിയായി, ധനനഷ്ടമായി, പേരുദോഷമായി, എനിക്ക് മേൽവിലാസവും ഇല്ലാതായി. എനിക്ക് എന്റെ നാട്ടിൽ നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയായടാ. അപമാനം സഹിക്കാണ്ട് കൊച്ചുമുളിപ്പങ്കാലത്ത് മുങ്ങി വന്നതാടാ. ഇവനാരാ? പൂമ്പാറ്റയിലെ കബീഷിനെ പോലുണ്ടല്ലോ. ഞാനിവരുടെ ദൈവമാണെന്ന് അവര് പറയാം. ദൈവോ? നിന്നെ പോലെ ഒരുത്തർ ഇവരെങ്ങനെയാണോ ദൈവമായിട്ട് കരുതുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തെ. ഇനിയിപ്പോ എന്താ ചെയ്യണ? ഒരു 10 രൂപ. എന്തോന്ന്? ഒരു 10 രൂപയ്ക്ക് താടോ ആവശ്യമുണ്ട്. ഇപ്പൊ ഇതാണോ പുതിയ സ്റ്റൈല്? കാലത്തെ അണിഞ്ഞൊരുങ്ങി ഇറങ്ങിക്കോളും തെണ്ടി തിന്നാനായിട്ട്. നിനക്കൊന്നും വേറെ പണിയില്ലടേ. അതും എന്റെ അടുത്ത് കാശ് ചോദിക്കുന്നു. ദാരിദ്ര്യവാസി. അത്യാവശ്യമായിട്ട് ഒരു 10 രൂപ വേണം. ചേഞ്ച് ഇല്ലേ ഇത് വച്ചോ? കൈ കാശും വെച്ചോണ്ട് ബൈക്കിൽ പോനെ തെരഞ്ഞെടുത്ത് തെണ്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? കാറിൽ പോയതിനോട് 10 രൂപ ചോദിച്ചപ്പോ അവൻ 100 രൂപ എടുത്തു കൊടുത്തു. എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിലൊരു കാര്യമുണ്ട്. ഞാൻ ആ കാറുകാരനോട് ചോദിച്ചപ്പോ എനിക്ക് വേണ്ടിയല്ല ചോദിച്ചത്. എൻ്റെ മനസ്സിനുള്ളിൽ 10 രൂപ കിട്ടിയ ഇവന് പാല് വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ 10ന് 100 കിട്ടി. ഇതിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി. ദൈവം എന്ന് പറഞ്ഞ ശക്തിയുണ്ടല്ലോ, അത് നിന്റെ എന്റെയും മനസ്സിൽ തന്നെയുണ്ട്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്ന് കരുതിയാ അപ്പൊ നമ്മൾ അറിയാതെ തന്നെ പ്രവർത്തിച്ചു തുടങ്ങും. അപ്പൊ 100 അല്ല, ലക്ഷവും കോടിയൊക്കെ നമ്മുടെ കയ്യിലേക്ക് താനെ വരും. എടാ രുദ്ര, നിന്റെ ഗ്രാമത്തിനും എനിക്കും തമ്മിലൊരു ബന്ധമില്ലെങ്കിലും ഞാനിപ്പോ നിങ്ങളെ സഹായിക്കാൻ പോവാ. ചിലപ്പോ ഇതിനുള്ള നിയോഗം എനിക്ക് തന്നെയായിരിക്കും. അതിപ്പോ എന്റെ മനസ്സ് എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ന് നമുക്ക് പോകാം. അല്ല നീ ഇതെങ്ങോട്ടാ? എടാ എങ്ങോട്ടാണെന്ന് എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. എടാ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തൊലക്കേ. കുറച്ചുകൂടെ പതുക്കായിരുന്നെങ്കിൽ ആ മരം നമ്മുടെ തലയിൽ വീണേനെ. വേഗത്തിൽ പോയിരുന്നെങ്കിൽ നമ്മുടെ പുറകിലും വീണേനെ. ലോജിക്കില്ലാത്ത കോമഡി അടിച്ചാലേ വണ്ടിന്ന് ചവിട്ടി പുറത്താക്കും ഞാൻ.